Hi all, my name is Amal. Welcome to Mains Factors PYQ Masterclass. So നമ്മൾ ഇന്ന് ജിയോഗ്രഫിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Despite India being one of the countries of the Gondwana land, its mining industry contribute much less to its gross domestic product in percentage. Discuss. 10 മാർക്കർ ആണ്. സോ നമുക്കറിയാം ഓൾറെഡി 2 പേജസ് 12 പോയിൻറ്റ്സ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മെയിൻ കോറായിട്ടുള്ള പാർട്ട്, ഇതിനെ പാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ചില ആസ്പിരൻസിന് ഇവിടെ ഇപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്റ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ക്വസ്റ്റ്യൻ. ഡെസ്പൈറ്റ് ഇന്ത്യ ബീയിങ് വൺ ഓഫ് ദ കൺട്രീസ് ഓഫ് ദ ഗോണ്ട്വാന ലാൻഡ് ഇറ്റ്സ് മൈനിങ് ഇൻഡസ്ട്രി. അപ്പോൾ ഡെസ്പൈറ്റ് ഇന്ത്യ ബീയിങ് വൺ ഓഫ് ദ കൺട്രീസ് ഓഫ് ദ ഗോണ്ട്വാന ലാൻഡ് അത് ചോദിക്കുന്ന ഡിമാൻഡ് എന്താണെന്ന് ഡിസിഫർ ചെയ്തെടുക്കാൻ കുറേ ആസ്പിരൻസ് ഫെയിൽ ആവുന്നുണ്ട്. സോ അതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഡെസ്പൈറ്റ് ഇന്ത്യ being one of the countries of the Gondwana land, its mining industry contribute much less to its GDP in percentage. Discuss. ഗോണ്ട്വാനയിലെ ഒരു കൺട്രി ആയിരുന്നിട്ട് പോലും GDPക്ക് കുറഞ്ഞ കോൺട്രിബ്യൂഷൻ മാത്രമേ മൈനിങ് ഇൻഡസ്ട്രി കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ റീസൺസ് ആണ് നമ്മൾ ഡിസ്കസ്. സോ ഇവിടെ ഡെസ്പൈറ്റ് ബീയിങ് ദ വൺ ഓഫ് ദ കൺട്രീസ് ഓഫ് ദ ഗോണ്ട്വാന ലാൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഗോണ്ട്വാന ലാൻഡിലെ ഒരു കൺട്രി ആയിരിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ആസ് പെർ മൈനിങ് ഇൻഡസ്ട്രിയുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ഓഫ് ഗോണ്ട്വാന ലാൻഡ് ഇൻ പ്രൊമോട്ടിങ് മൈനിങ് ഇൻഡസ്ട്രി, ഇത് നമ്മുടെ ഒരു പാർട്ടായിട്ട് വരും. അത് കോർ പാർട്ടല്ല, ഒരു സബ് പാർട്ടായിട്ട് വരും. അതായത് ഫസ്റ്റ് നമ്മളിതിനെ പാർട്ട് ചെയ്യുമ്പോൾ ഒരു സബ് പാർട്ടായിട്ട് നമുക്ക് ഈ ഒരു സിഗ്നിഫിക്കൻസ് ഓഫ് ഗോണ്ട്വാന ലാൻഡ് ഇൻ പ്രൊമോട്ടിങ് മൈനിങ് ഇൻഡസ്ട്രി എഴുതാം. സോ അത് എഴുതിയതിന് ശേഷമാണ് നമ്മൾ കോർ പാർട്ടിലേക്ക് കിടക്കേണ്ടത്. അതാണ് നമ്മുടെ ഇവിടെ റീസൺസ് പറഞ്ഞിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യനിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഇറ്റ്സ് മൈനിങ് ഇൻഡസ്ട്രി കോൺട്രിബ്യൂട്ട് മച്ച് ലെസ് ടു ഇറ്റ്സ് GDP. എന്തുകൊണ്ടാണ്? വൈ ഇറ്റ്സ് മൈനിങ് ഇൻഡസ്ട്രി കോൺട്രിബ്യൂട്ട് മച്ച് ലെസ് ടു ഇറ്റ്സ് GDP. റീസൺസ് ഫോർ ലെസ് കോൺട്രിബ്യൂഷൻ ഓഫ് GDP. അതാണ് നമ്മൾ പിന്നെ കോർ പാർട്ടിൽ എഴുതേണ്ടത്. അവിടെ നമുക്കൊരു 8 മുതൽ 9 പോയിൻറ്റ്സ് വരെ എഴുതണം. സോ കോർ പാർട്ട് എന്ന് പറയുന്നത് ഒന്നും മാത്രമേ ഉള്ളൂ, പക്ഷേ ഒരു സബ് പാർട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെയുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗോണ്ട്വാന ലാൻഡിൻ്റെ ആ ഒരു പാർട്ട്. സോ അങ്ങനെ രണ്ടായിട്ട് പാർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വേ ഫോർവേഡ് രീതിയിലുള്ളൊരു കൺക്ലൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുന്നതിന് ഒരു ഫ്ലോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡെസ്പൈറ്റ് ഇന്ത്യ ബീയിങ് വൺ ഓഫ് ദ ഇറ്റ്സ് മൈനിങ് ഇൻഡസ്ട്രീസ് കോൺട്രിബ്യൂഷൻ മച്ച് ലെസ് ടു GDP എന്ന് പറഞ്ഞത്. അപ്പോൾ GDPയുടെ കോൺട്രിബ്യൂഷൻ കുറവാണെന്ന് പറയുന്നത്. സോ നമുക്ക് GDPയുടെ കോൺട്രിബ്യൂഷൻ, മൈനിങ് ഇൻഡസ്ട്രിയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് അറിയാമെങ്കിൽ അത് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു ഇൻട്രോനുള്ള മെറ്റീരിയലാണത്. സോ ഇവിടെ 2.5% കോൺട്രിബ്യൂഷൻ ടു GDP ബൈ മൈനിങ് സെക്ടർ. സോ നിങ്ങളുടെ കയ്യിൽ ഈ ഡാറ്റ ഉണ്ടെങ്കിൽ എക്സാക്ട് ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ എന്നിട്ട് ക്വസ്റ്റ്യനുമായിട്ട് ഇതിനൊന്ന് കണക്ട് ചെയ്താൽ മതിയാവും. സോ 2.5% ഓഫ് കോൺട്രിബ്യൂഷൻ ടു GDP ബൈ മൈനിങ് ഇൻഡസ്ട്രി. മൈനിങ് സെക്ടറിൻ്റെ 2.5 ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. എന്നിട്ട് അതിനെ ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്കിതിൽ വാല്യൂ അഡീഷൻ ആയിട്ട് ഒരു മാപ്പ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് പേജ് ഇതാണെങ്കിൽ നമുക്കിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ശേഷം ഇവിടെ ഒരു മാപ്പ് കൊടുക്കാം. മാപ്പിൽ നമുക്ക് മേജറായിട്ടുള്ള മിനറൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മേജർ മിനറൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ അയൺ ഓറിൻ്റെ, കോളിൻ്റെ, മാംഗനീസ്, കോപ്പർ, ഓയിൽ ആൻഡ് ഗ്യാസ് അതുപോലുള്ള ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഒരു മാപ്പ് എപ്പോഴും പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. നമുക്ക് പല രീതിയിൽ ഇതിൻ്റെ യൂസ് വരും. സോ ആ രീതിയിൽ ഇവിടെ ഒരു മാപ്പും കൂടി കൊടുക്കാം. പിന്നെ ഇവിടെ ആ ഒരു സബ് പാർട്ട് നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. ഗോണ്ട്വാന ലാൻഡിൻ്റെ ആ ഒരു സബ് പാർട്ട് ഇവിടെ മെൻഷൻ ചെയ്യാം. പിന്നീട് നെക്സ്റ്റ് പേജിലാണ് നെക്സ്റ്റ് പേജ് ആവണമെന്നില്ല, ഈ ഒരു സ്ഥലം ആകുമ്പോഴത്തേക്ക് ആ ഒരു സൺ ഡയഗ്രം പോലെ കൊടുത്താൽ മതി ഫസ്റ്റിലത്തെ ആ ഒരു സബ് പാർട്ട്. പിന്നീട് ഇവിടെയാണ് കോർ പാർട്ട് ഉണ്ട്, റീസൺസ്. സോ നമുക്ക് റീസൺസിൻ്റെ ഇതിലേക്ക് കിടക്കാം. ഇതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ഗോണ്ട്വാന ലാൻഡ്. ഇവിടെ മേജർ മിനറൽസ് ആയിട്ടുള്ള അയൺ, അലൂമിനിയം, കോപ്പർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓരോ ഏരിയ വൈസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഗോണ്ട്വാന ലാൻഡിലെ സിഗ്നിഫിക്കൻസ്, മൈനിങ് ഇൻഡസ്ട്രിയിൽ ഗോണ്ട്വാന ലാൻഡിൻ്റെ സിഗ്നിഫിക്കൻസ്. സോ ആ രീതിയിൽ നമുക്ക് അപ്പോൾ ആ ഏരിയാസ് കൊടുക്കാം. ഗോണ്ട്വാന ലാൻഡിൻ്റെ പാർട്ടായിട്ട് വരുന്ന ഇന്ത്യയിലെ ഏരിയാസൊക്കെ കൊടുത്തിട്ട് ആ ഗോണ്ട്വാന ലാൻഡിൽ നമുക്കൊന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പാർട്ടായിട്ട് എഴുതാൻ പറ്റും. പിന്നീട് നമ്മൾ റീസൺസ് വൈ GDP കോൺട്രിബ്യൂഷൻ റിമെയിൻസ് റിലേറ്റീവ്ലി ലോ. ഇവിടെ നമുക്ക് പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പാടുപെടുന്നുണ്ടെങ്കിൽ നമുക്കതിന് ജസ്റ്റ് നമുക്കൊന്ന് ഒരു ഫ്രെയിം വർക്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ച് എന്ന് പറയുന്നൊരു അപ്രോച്ച് ഉണ്ട്, സ്റ്റേക്ക് ഹോൾഡർ. സോ ഒരു ഇൻഡസ്ട്രിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എടുത്താൽ മതിയാവും. ഇൻഡസ്ട്രിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയായിരിക്കും? അവിടെ എംപ്ലോയീസ് ഉണ്ടാവും, ഗവൺമെൻറ് ഉണ്ടാവും,
കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഓക്കെ, ആ രീതിയിൽ നമുക്ക് അതിന് ഇൻഡസ്ട്രിയുടെ ഒരു ഫ്രെയിം വർക്കായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാൻ പറ്റും. സോ ആ രീതിയിൽ നമുക്ക് പോയിന്റ്സ്, ഇപ്പോൾ എംപ്ലോയീസ് ആണെങ്കിൽ എംപ്ലോയീസിൻ്റെ ഒരു ഇഷ്യൂ എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും GDP കോൺട്രിബ്യൂഷൻ കുറവ്? നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ കിട്ടുന്നുണ്ടാവില്ല. സോ സ്കിൽഡ് വർക്ക് ഫോഴ്സ്, അപ്പോൾ അവിടെ സ്കിൽഡ് വർക്ക് ഫോഴ്സ് ഇല്ലാത്ത റീസൺ ആയിട്ട് നമുക്ക് പറയാം. പിന്നെ അപ്സ്കില്ലിങ്ങും റീസ്കില്ലിങ്ങും അതുപോലുള്ള കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറയാം. സോ ആ റീസൺ ആയിട്ട് പറയാം. പിന്നെ ഗവൺമെൻറ്, എല്ലാവർക്കും അറിയാം PSUs ആണ് ഇവിടെ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആണ് ഇവിടെ കൂടുതലായിട്ടും ഡൊമിനേറ്റ് ചെയ്യുന്നത്. സോ പ്രൈവറ്റ് കോൺട്രിബ്യൂഷൻ കുറവാണ്, കോമ്പറ്റീഷൻ, ഹെൽത്തി കോമ്പറ്റീഷൻ നടക്കുന്നില്ല, ആ രീതിയിൽ പറയാം. പിന്നെ ഇതുപോലുള്ള രീതിയിൽ ഇതുപോലുള്ള ഫ്രെയിം വർക്ക് ഉപയോഗിച്ച് നമുക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ്ട്രക്ചറൽ ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ആ ഒരു ആംഗിളിൽ പോലും നമുക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്കണോമിക് ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ സർവീസ് ലെഡ് എക്കണോമിയാണ് നമ്മുടെ ഇന്ത്യയുടേത്. സോ സർവീസ് സെക്ടറാണ് മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ആ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്കണോമിക്കൽ ആ ഒരു സ്ട്രക്ചർ ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ റീസണായിട്ട്. പിന്നീട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ് മൈനിങ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ. കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് ധാരാളമായിട്ട് യൂസ് വരും. സോ ഈ ടെക്നോളജീസൊക്കെ വളരെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ്. സോ ആ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഒരു റീസണായിട്ട് ഇതിനെ പറയാൻ പറ്റും. പിന്നെ ലോ വാല്യൂ അഡിഷൻ, ഫോർ എക്സാമ്പിൾ നമുക്ക് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾസ് നമുക്ക് പറയാം. ഇപ്പോൾ എന്താ പറയുക, ഓഷ്യൻ എക്സ്പ്ലോറേഷൻ അല്ലെ ഓഷ്യൻ സീബെഡ് മൈനിങ്, അതിനൊക്കെ കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് വേണം. പിന്നെ ടെക്നോളജി ഇല്ല എന്നുള്ള കാര്യം പറയാം, ഇനാഡിക്വേറ്റ് ടെക്നോളജി ആണെന്ന് പറയാം. പിന്നെ ഡിപ്പെൻഡൻസ് ഉണ്ടെന്ന് പറയാം ടെക്നോളജീൻ്റെ കാര്യത്തിൽ. അങ്ങനെ ടെക്നോളജിയിൽ തന്നെ 2-3 പോയിന്റ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ടെക്നോളജിക്കലി ഡിപ്പെൻഡൻ്റ് ആണ് ചൈന പോലുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ US പോലുള്ള സ്ഥലങ്ങളിൽ ടെക്നോളജിക്കലി ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയാം. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജാർഖണ്ഡ്, ഒഡീഷ പോലുള്ള സ്റ്റേറ്റ്സിൽ ആഡിക്വേറ്റ് റെയിൽവേ പോലും ഇല്ല. സോ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ ഇൻ കേസ് നമ്മൾ മൈൻ ചെയ്താൽ പോലും അത് അതായത് സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ മാർക്കറ്റ് ആക്സസിന് സ്ട്രക്ചർ ആവശ്യമാണ്. സോ ആ രീതിയിൽ നമുക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എൻവയോൺമെൻറ്റൽ കൺസേൺസ്, അതാണ് മേജറായിട്ടുള്ള വൺ ഓഫ് ദ കൺസേൺസ്. അപ്പോൾ എൻവയോൺമെൻറ്റ് വേഴ്സസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു എത്തിക്കൽ ഡയലേമ അവിടെ വരുന്നുണ്ട്. സോ എൻവയോൺമെൻറ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവിടെ ഡെവലപ്മെൻറ്റിന് ഇഷ്യൂ ആണ്. സോ ആ രീതിയിൽ എൻവയോൺമെൻറ്റൽ കൺസേൺസ്, എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റീസിൻ്റെ പ്രോബ്ലംസ്, പിന്നെ ട്രൈബൽ ഇഷ്യൂസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, അതുപോലുള്ള കാര്യങ്ങൾ ഇതിന് കൺസ്ട്രെയിൻസ് ആവുന്നുണ്ട്. സോ ആ രീതിയിൽ അവരുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ട്രൈബൽ റെസിസ്റ്റൻസ് ആണെങ്കിലും ആ രീതിയിൽ, ഫോർ എക്സാമ്പിൾ നിയാംഗിരി ഹിൽസിലൊക്കെ ഉള്ളത് എക്സാമ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഇതിനെ എക്സാമ്പിൾ വെച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത സോഷ്യൽ അല്ലെങ്കിൽ ഗവർണൻസ് ചാലഞ്ച്, ഗവർണൻസ് ബോട്ടിൽ നെക്സ് അങ്ങനെ പറയാം, അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് ഡിലേ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയും. ഇപ്പോൾ സാങ്ഷന് വേണ്ടിയിട്ടുള്ള ബ്യൂറോക്രാറ്റിക് ഡിലേ അല്ലെങ്കിൽ ഗവർണൻസ് ബോട്ടിൽ നെക്സ് അതുപോലുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിതിനെ ഡീറ്റെയിൽ ആയിട്ട് താഴെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഇവിടെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു വേ ഫോർവേഡ് കൺക്ലൂഷനാണ് ഏറ്റവും നന്നാവുക. ഫോർ എക്സാമ്പിൾ നമ്മൾ അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് മൈനിങ് ഇൻഡസ്ട്രി കോൺട്രിബ്യൂട്ട് ചെയ്തത്. സോ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വേ ഫോർവേഡ് വിഷൻ അതിൽ കൊണ്ടുവരണം. സോ ഫോർ എക്സാമ്പിൾ സസ്റ്റൈനബിൾ മൈനിങ് അത് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ ബെനിഫിഷ്യേഷൻ, മിനറൽ പ്രോസസ്സിങ്, ഇൻഫ്രാസ്ട്രക്ചർ, വാല്യൂ അഡിഷൻ, ഇതുപോലുള്ള കാര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊമോട്ട് ചെയ്യുക, മിനറൽ പ്രോസസ്സിങ് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക, ബെനിഫിഷ്യേഷൻ ആൾക്കാരിൽ ബെനിഫിറ്റ്, അപ്പോൾ ഇതവരെ ഇൻസെൻറ്റിവൈസ് ചെയ്യും. സോ ഈ രീതിയിൽ പോസിറ്റീവായിട്ട് കൺക്ലൂഡ് ചെയ്യുക പ്ലസ് വേ ഫോർവേഡ് കൺക്ലൂഷനാണ് നമുക്കിതിന് കൂടുതൽ ആപ്റ്റ് ആവുക. നമ്മൾ ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിവിൽ സർവൻറ്റ് എപ്പോഴും പ്രോബ്ലം സോൾവറാണ്, അല്ലാതെ പ്രോബ്ലം ക്രിയേറ്റർ അല്ല. സോ നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ വേ ഫോർവേഡ് അപ്രോച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സോ താങ്ക് യു.